പുസ്തക മേഖലകളിൽ വലിയ ഓഹരി തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ അമേരിക്കയിലടക്കം നിരവധി കേസുകൾ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 2020 മുതൽ ഇങ്ങോട്ടുള്ള കാലം പരിശോധിച്ചാൽ ഒരു തട്ടിപ്പ് സംഘമായി ഒരു വിദേശ കമ്പനി ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് ആർക്കും കടന്നു വരാം. ഞങ്ങൾ ഈ രാജ്യത്താകമാനം പച്ച പരവതാനി വിരിച്ചിരിക്കുന്നു, ഏത് കൊള്ളക്കാരനും ഈ രാജ്യത്തേക്ക് വരാം. അങ്ങനെ കൊടുത്ത സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുള്ള നിയമങ്ങളെല്ലാം അപ്പാടെ നിഷേധിച്ചുകൊണ്ട് ഹയർ ആൻഡ് ഫയർ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയുടെ തുറന്ന സമീപനമായിട്ടാണ് ഈ കോറോ ഹെൽത്തിൻ്റെ ഈ നടപടി നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊന്നും നമുക്കിവിടെ നിൽക്കുന്നവർക്കൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിഗ്രി എടുക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു, കമ്പ്യൂട്ടർ പഠിക്കുന്നു, ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇപ്പോൾ ഒരു MBBS കഴിയുന്ന ഡോക്ടർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും നമുക്കറിയാം. എഞ്ചിനീയറിംഗ് കഴിയുന്ന ഒരു കുട്ടിക്ക് എത്ര രൂപ ശമ്പളം കിട്ടും നമുക്കറിയാം. ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് രാജ്യത്ത് ക്രമരഹിതമായി യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ